MG യൂണിവേഴ്സിറ്റിയുടെ ആർക്കിയോളജി ഇൻ ഇന്ത്യ എന്ന വിഷയത്തിലെ 2021 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. ഈ 2021 ക്വസ്റ്റ്യൻ പേപ്പർ 9 ചോദ്യങ്ങൾ കഴിഞ്ഞ് 10ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക. അശോകന്റെ സിംഹമുദ്രയെ കുറിച്ചാണ് സാരനാഥിലെ അശോക സ്തംഭത്തിലെ സ്തൂപത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത്. ദി ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക ഈസ് എ ഫേമസ് കൾച്ചർ. ഒരു പ്രശസ്തമായ ശില്പമാണ്. ദാറ്റ് വാസ് ഒറിജിനലി പാർട്ട് ഓഫ് അശോക പില്ലർ. പണ്ട് അശോക പില്ലറിന്റെ മുകൾ ഭാഗം എന്നുള്ള ഒരു ഭാഗമായിട്ട് പിന്നീട് പൊട്ടി താഴെ വീണ് കിടന്നിരുന്നതാണ്. എ മോണുമെന്റ് ബിൽറ്റ് ബൈ ദ മൗര്യൻ എംപറർ. എന്താണ് അശോക ചക്രവർത്തി എന്ന് പറയുന്ന മൗര്യ സാമ്രാജ്യത്തിലെ ചക്രവർത്തി ഉണ്ടാക്കിയ ഒരു സ്മാരകത്തിന്റെ അവശിഷ്ടമാണ്. അശോക ഇൻ ദ 3rd century BC 3ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. ബുദ്ധന്റെ കാലഘട്ടത്തോടെ ഏതാണ്ട് അടുത്തുള്ള കാലഘട്ടമാണ്. ദ ലയൺ ക്യാപിറ്റൽ ഈസ് നൗ ദ നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യ. ഈ അശോക പില്ലറിന്റെ ലയൺ ക്യാപിറ്റൽ ഇന്നിപ്പോ ഇന്ത്യയുടെ നാഷണൽ എംബ്ലം ആയിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഒഫീഷ്യലി. ഇനി അടുത്തത് റോക്ക് കട്ട് ടെമ്പിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം പാറയിൽ കൊത്തി ഉണ്ടാക്കിയ ക്ഷേത്രങ്ങൾ എന്നർത്ഥം. ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഗുപ്ത കാലഘട്ടത്തിൽ ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റോക്ക് കട്ട് ടെമ്പിൾസ് ആർ എ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ. ഒരു പ്രത്യേകതരം ശില്പകലയാണ് ദാറ്റ് അല്ലെങ്കിൽ വാസ്തു ശില്പവേല എന്ന് വേണമെങ്കിൽ പറയും. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടത് നമ്മൾ പറയുന്ന വാക്ക് ആർക്കിടെക്ചർ എന്നാണ്, വാസ്തുശില്പവേല എന്നാണ്. ദാറ്റ് ഇൻവോൾവ്സ് അതിന് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? കാർവിംഗ് സ്ട്രക്ചേഴ്സ്, അതായത് കൊത്തി തുരന്ന് ഉണ്ടാക്കുന്ന കൊത്തുപണികൾ. ഡയറക്ട്ലി ഇൻ ടു റോക്ക് ഫേസസ്, നേരിട്ട് പാറയുടെ മുഖത്ത് തുരന്ന് കാർവ് ചെയ്തെടുത്ത് ഉണ്ടാക്കുന്ന സ്ട്രക്ചറുകളും ഡിസൈനുകളും. ദിസ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വാസ് പോപ്പുലർ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ഇത്തരത്തിലുള്ള ആർക്കിടെക്ചർ പുരാതന ഇന്ത്യയിൽ വളരെ പ്രചാരത്തിലുണ്ടായിരുന്നതാണ്, പ്രത്യേകിച്ചും ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്. ഗുപ്ത കാലഘട്ടത്തില് അത് ഉണ്ടായിരുന്നു എന്ന് എടുത്തു പറയാൻ സാധിക്കും. ഇനി ഫത്തേപൂർ സിക്രി. എന്താണ് ഫത്തേപൂർ സിക്രി? ഫത്തേപൂർ സിക്രി ഈസ് എ സിറ്റി ഇൻ നോർത്ത് ഇന്ത്യ. വടക്കേ ഇന്ത്യയിലെ ഒരു ഒരു സിറ്റിയാണ്. ദാറ്റ് വാസ് ബിൽറ്റ് ബൈ മുഗൾ എംപറർ അക്ബർ ഇൻ ദ 16th century. അക്ബർ മുഗൾ ചക്രവർത്തിയായ അക്ബർ 16ാം നൂറ്റാണ്ടിലാണ് ഈ ഫത്തേപൂർ സിക്രി എന്ന മനോഹര നഗരം പണികഴിപ്പിച്ചത്. ഫത്തേപൂറും അതിനടുത്തുള്ള സിക്രി. ദ സിറ്റി ഈസ് നോൺ ഫോർ ഇറ്റ്സ് സ്റ്റണ്ണിങ് ആർക്കിടെക്ചർ. നമ്മള് അത്ഭുത സ്തബ്ധരാക്കി നിർദ്ദമേഷരാക്കി കളയുന്ന ശില്പവേലകളുടെ മനോഹാരിത ഈ നഗരത്തിൽ എമ്പാടും കാണാൻ സാധിക്കും. ഇൻക്ലൂഡിംഗ് ദ ഫേമസ് ബുലന്ദ് ദർവാസ. നമ്മൾ അക്ബർ പണി കഴിപ്പിച്ച തന്റെ വിജയസ്മാരകമായിട്ടുള്ള ബുലന്ദ് ദർവാസ ഇല്ലേ, അത് അവിടെയാണുള്ളത്. ആൻഡ് അത് ജമാ മസ്ജിദും ഈ ഫത്തേപൂർ സിക്രിയിൽ തന്നെയാണുള്ളത്. ഫത്തേപൂർ സിക്രി എന്നതിന്റെ മീനിങ് എന്താണ്? സിറ്റി ഓഫ് വിക്ടറി, വിജയത്തിന്റെ നഗരം എന്നാണ്. അത് ഇന്ന് യുനെസ്കോ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ആൻഡ് എ പ്രോമിനന്റ് മുഗൾ സിറ്റി ഇൻ ദ ആഗ്ര ഡിസ്ട്രിക്ട് ഓഫ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയില് അത് ഒരു പ്രശസ്ത മുഗൾ നഗരമായി മാറിയിരിക്കുന്നത്. ബിൽറ്റ് ബൈ എംപറർ അക്ബർ ഇൻ ദ 16th century. അക്ബർ ചക്രവർത്തി 16ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് സ്റ്റണ്ണിങ് ആർക്കിടെക്ചർ ഇൻക്ലൂഡിംഗ് ദ ബുലന്ദ് ദർവാസ ആൻഡ് ജമാ മസ്ജിദ്. ഇനി അടുത്ത സെക്ഷൻ പാർട്ട് ബിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഹൗ ഈസ് ആർക്കിയോളജി റിലേറ്റഡ് ടു അതർ അക്കാഡമിക് ഡിസിപ്ലിൻസ്. ആർക്കിയോളജി മറ്റ് പഠന വിഷയങ്ങളുമായിട്ട്, അക്കാദമിക് ഡിസിപ്ലിനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആർക്കിയോളജി ആൻഡ് അതർ അക്കാഡമിക് ഡിസിപ്ലിൻസ്. ആർക്കിയോളജി ഈസ് ആൻ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ്. ആർക്കിയോളജി എന്ന് പറയുന്നത് പല ഡിസിപ്ലിൻസുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. ദാറ്റ് ഡ്രോസ് ഓൺ ആന്ത്രപ്പോളജി. അതിൽ ആന്ത്രപ്പോളജി വരുന്നുണ്ട്, നരവംശശാസ്ത്രം, ഹിസ്റ്ററി വരുന്നുണ്ട്, ചരിത്രം, സോഷ്യോളജി വരുന്നുണ്ട്, സമൂഹശാസ്ത്രം ആൻഡ് അതർ ഡിസിപ്ലിൻസ്. ഇനി വേറെയും പല പഠനശാഖകൾ വരുന്നുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് ദ പാസ്റ്റ്, ഭൂതകാലത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന ഇതിന്റെ ഭാഗമായിട്ട്. സോ ആർക്കിയോളജിസ്റ്റ് യൂസ് എ റേഞ്ച് ഓഫ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ടു അനലൈസ് ഡാറ്റ ആൻഡ് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്സ്. ഒരു കൂട്ടം റേഞ്ച് ഓഫ് ഡാറ്റ അനലൈസ് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും, ഉപയോഗപ്പെടുത്തേണ്ടി വരും, സമ്പ്രദായങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഒരൊറ്റ ഏതെങ്കിലും ഒരു സമ്പ്രദായം കൊണ്ടോ രീതി കൊണ്ടോ പറ്റില്ല. ആൻഡ് ഇന്റർപ്രറ്റ്, ഇതൊക്കെ ഒരുപാട് രീതികളും സങ്കേതങ്ങളും ഉപയോഗിച്ചിട്ടാണ് അവസാനം ചെയ്യുന്ന അവരുടെ പഠനങ്ങളുടെ റിസൾട്ട് അവർക്ക് വെളിപ്പെടുത്താൻ സാധിക്കുക. സോ ആർക്കിയോളജി ആസ് എ മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡ്. ആർക്കിയോളജി മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡാണ്. എന്താ മറ്റ് അക്കാദമിക് ഡിസിപ്ലിനുമായിട്ട് ആർക്കിയോളജിക്കുള്ള ബന്ധം എപ്രകാരമൊക്കെയാണെന്നാണ് പറയേണ്ടത്. നമ്മുടെ ചോദ്യം അതാണ്. അപ്പോൾ നമുക്ക് പറയാം ആർക്കിയോളജി ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡ്, ഡ്രോസ് ഹെവിലി ഓൺ അതർ അക്കാഡമിക് ഡിസിപ്ലിൻസ്. നമ്മുടെ ശ്രദ്ധ വലിയ തോതിൽ മറ്റ് അക്കാഡമിക് ഡിസിപ്ലിനുകളിലേക്ക് കൊണ്ടുവരുന്നു. ലൈക്ക് ആന്ത്രപ്പോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി ആൻഡ് നാച്ചുറൽ സയൻസ്. ഇതൊക്കെ മറ്റ് മേഖലകളാണ്. ഇതിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധ കൊണ്ടുവരേണ്ടി വരും. ജിയോളജി, ബോട്ടണി, സുവോളജി ഫോർ ഇറ്റ്സ് മെത്തഡോളജീസ്
അതുപോലെ തന്നെ അതിന്റെ രീതി സമ്പ്രദായങ്ങൾ, തിയറീസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ദ ഹ്യൂമൻ പാസ്റ്റ്, അതിന്റെ ഹ്യൂമൻ പാസ്റ്റിനെ കുറിച്ചുള്ള വ്യാഖ്യാനം. ഓക്കെ, ഇനി here is a more detailed look at the how archaeology is related to other disciplines. നമുക്ക് നോക്കാം ആന്ത്രപ്പോളജിയുമായിട്ട് എങ്ങനെ ബന്ധം, നരവംശ ശാസ്ത്രവുമായിട്ട് പുരാവസ്തു ശാസ്ത്രം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, കൾച്ചറൽ ആന്ത്രപ്പോളജി, ഫിസിക്കൽ ആന്ത്രപ്പോളജി, ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി എന്നിങ്ങനെ പലതരത്തിലുള്ള ആന്ത്രപ്പോളജികളുണ്ട്. ആർക്കിയോളജി ഈസ് ഓഫൻ കൺസിഡേർഡ് എ ഫീൽഡ് സബ് ഫീൽഡ് ഓഫ് ആന്ത്രപ്പോളജി. ആർക്കിയോളജി നരവംശ ശാസ്ത്രത്തിന്റെ ഒരു ഉപവിഭാഗമാണ്, ഉപവകുപ്പാണ് എന്നാണ് പലപ്പോഴും കരുതപ്പെടുന്നത്. എസ്പെഷ്യലി കൾച്ചറൽ ആന്ത്രപ്പോളജി, പ്രത്യേകിച്ചും സാംസ്കാരിക നരവംശ ശാസ്ത്രത്തിന്റെ കീഴിലാണ് ആർക്കിയോളജിയിൽ നമുക്ക് സ്ഥാനം വെക്കാനാവുക എന്ന് പറയേണ്ടത് ഇരിക്കുന്നു. ആസ് ബോത്ത് ഡിസിപ്ലിൻസ് സ്റ്റഡി ഹ്യൂമൻ സൊസൈറ്റീസ് ആൻഡ് കൾച്ചർ. കാരണം ഈ രണ്ട് പഠനശാഖകളും ഹ്യൂമൻ സൊസൈറ്റികളെ കുറിച്ചും ഹ്യൂമൻ കൾച്ചറിനെ കുറിച്ചും ഒക്കെയാണ് പഠിക്കുന്നത്. ഏത് രണ്ട് ശാഖകളും? ആന്ത്രപ്പോളജിയും അതുപോലെ തന്നെ മേൽ പറഞ്ഞതുപോലെ കൾച്ചറൽ ആന്ത്രപ്പോളജിയും രണ്ട് ഫീൽഡുകൾ, ആർക്കിയോളജിയും രണ്ട് ഫീൽഡുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഫിസിക്കൽ ആന്ത്രപ്പോളജി, ഭൗതിക നരവംശാസ്ത്രം. ആർക്കിയോളജിസ്റ്റ് ഓഫൻ കൊളാബറേറ്റ് വിത്ത് ഫിസിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ്. പലപ്പോഴും ഫിസിക്കൽ ആന്ത്രപ്പോളജിസ്റ്റുകളുമായിട്ട് അവര് ഒത്തുചേർന്ന് പ്രവർത്തിക്കാറുണ്ട്. സ്കെൽറ്റൽ റിമെയിൻസ്, അസ്ഥികൂടങ്ങളായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിന്. അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ എവല്യൂഷൻ, മനുഷ്യന്റെ പരിണാമത്തെ മനസ്സിലാക്കുന്നതിന്. ആൻഡ് റീകൺസ്ട്രക്ട് പാസ്റ്റ് ഡയറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. പണ്ട് കാലത്ത് മനുഷ്യരുണ്ടായിരുന്ന കഴിച്ചിരുന്ന ഭക്ഷണ രീതികള്, മനുഷ്യന്റെ ജീവിത ശൈലി, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. അടുത്താണ് ഫിസിക്കൽ ആന്ത്രപ്പോളജി കഴിഞ്ഞാൽ പിന്നെ അടുത്താണ് ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജിയാണ്, പുരാവസ്തു ശാസ്ത്രപരമായിട്ടുള്ള ആർക്കിയോളജി എന്നുള്ളത്. അടുത്തത് ഫിസിക്കൽ ആന്ത്രപ്പോളജിയാണ്. എന്താണ് ഫിസിക്കൽ ആന്ത്രപ്പോളജി? ആർക്കിയോളജിസ്റ്റ് ഓഫൻ കൊളാബറേറ്റ് വിത്ത് ഫിസിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ് ടു സ്റ്റഡി സ്കെൽറ്റൽ റിമെയിൻസ്. അസ്ഥികൂടങ്ങളുടെ പഠനങ്ങൾ, അവശിഷ്ടങ്ങളെ കുറിച്ചുള്ള പഠനം, അതാണ് ഫിസിക്കൽ ആന്ത്രപ്പോളജിയിൽ. പലപ്പോഴും ആർക്കിയോളജിസ്റ്റുകളെ ഫിസിക്കൽ ആന്ത്രപ്പോളജിസ്റ്റുകളുമായിട്ട്, ഭൗതിക നരവംശ ശാസ്ത്രജ്ഞന്മാരുമായിട്ട്, കാരണം അവരുടെ പഠനം അതാണ്. അസ്ഥികൂടങ്ങളെ കുറിച്ച് പഠിക്കുക, മനുഷ്യ ശരീരത്തിന്റെയും ജന്തു ശരീരത്തിന്റെയും ഘടനകളെ കുറിച്ച് പഠിക്കുക, ഇതൊക്കെ ഫിസിക്കൽ ആന്ത്രപ്പോളജിസ്റ്റുകളാണ്, നരവംശ. അപ്പൊ അവരോട് കൂട്ടുചേർന്നുകൊണ്ട്, കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആർക്കിയോളജിസ്റ്റുകൾ പലപ്പോഴും ഹ്യൂമൻ എവല്യൂഷൻ, മനുഷ്യ പരിണാമത്തില് ഇതിന്റെ കഥ മനസ്സിലാക്കാറുണ്ട്. ആ റീകൺസ്ട്രക്ട് പാസ്റ്റ് ഡയറ്റ്സ് ആൻഡ് മനുഷ്യരുടെ പണ്ടുകാലത്തുള്ള ഭക്ഷണ രീതികളെ മനസ്സിലാക്കാറുണ്ട്. ആൻഡ് ലൈഫ് സ്റ്റൈൽസ്, ജീവിത ശൈലികളെയും മനസ്സിലാക്കാറുണ്ട്. അടുത്തത് ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജിയാണ്. ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി ഫോക്കസസ് ഓൺ ദ സ്റ്റഡി ഓഫ് മെറ്റീരിയൽ കൾച്ചർ. ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഫോക്കസസ് ഓൺ ദ സ്റ്റഡി ഓഫ് മെറ്റീരിയൽ കൾച്ചർ. മെറ്റീരിയൽ കൾച്ചറിനെയാണ്. ആൻഡ് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് അത് ടു പാസ്റ്റ് ഹ്യൂമൻ ബിഹേവിയർ. പണ്ട് കാലത്തെ ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് അതിനുള്ള ബന്ധവും നമ്മൾ പഠിക്കുന്നുണ്ട്. പാസ്റ്റ് ഹ്യൂമൻ ബിഹേവിയറും അവിടെ പഠിക്കുന്നുണ്ട് എന്നാണ്. ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ, പണ്ട് കാലത്തെ സമൂഹത്തിന്റെ സംഘടനാ രീതി എങ്ങനെയായിരുന്നു, ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. അടുത്തത് ഇതിനൊക്കെ ഷെയർഡ് ആയിട്ടുള്ള കുറെ ഗോൾസ് ഉണ്ട്. ബോത്ത് ആർക്കിയോളജി ആൻഡ് ഹിസ്റ്ററി എയിം ടു അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ പാസ്റ്റ്. ആർക്കിയോളജി ആണെങ്കിലും ചരിത്രമാണെങ്കിലും ഒക്കെ മനുഷ്യന്റെ ഭൂതകാലത്തെ കുറിച്ച് പഠിക്കുന്നതാണല്ലോ. അപ്പൊ ഈ ചരിത്രത്തിനും ആർക്കിയോളജിക്കും പൊതുവായി കുറെ കാര്യങ്ങളുണ്ട്. ബട്ട് ദേ ഡു ത്രൂ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എവിഡൻസ്. പക്ഷെ ചരിത്രത്തിൽ അത് പഠിക്കുന്ന പോലെയല്ല ആർക്കിയോളജിയിൽ പഠിക്കുന്നതെന്ന് മാത്രം വ്യത്യാസങ്ങളുണ്ട്, അതെങ്ങനെ പഠിക്കുന്നു എന്നുള്ള രീതി. അടുത്തത് കോംപ്ലിമെന്ററി അപ്രോച്ചാണ്. ഹിസ്റ്ററി റിലൈസ് ഓൺ റിട്ടൺ റെക്കോർഡ്സ്. ചരിത്രം പലപ്പോഴും എഴുതപ്പെട്ട രേഖകളെയാണ് കൂടുതലായിട്ടും ആശ്രയിക്കുന്നത്. റിലൈ ചെയ്യുക, ആശ്രയിക്കുക. വൈൽ ആർക്കിയോളജി റിലൈസ് ഓൺ മെറ്റീരിയൽ റിമെയിൻസ്. ഭൗതിക സ്വത്തുക്കളിലാണ് ആർക്കിയോളജി എന്ത് ചെയ്യുന്നത്? വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ആർട്ടിഫാക്ട്സ്, സൈറ്റുകള്, ഇതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഭൂതകാലത്തിൽ. അടുത്ത ആർക്കിയോളജി ആസ് എ ബ്രാഞ്ച് ഓഫ് ഹിസ്റ്ററി. ആർക്കിയോളജി എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഒരു ശാഖയാണ്. ആർക്കിയോളജി ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ബ്രാഞ്ച് ഓഫ് ഹിസ്റ്ററി എസ്പെഷ്യലി വെൻ സ്റ്റഡിയിങ് പീരിയഡ്സ് ബിഫോർ ദ അഡ്വെന്റ് ഓഫ് വൈഡ് സ്പ്രെഡ് റിട്ടൺ റെക്കോർഡ്സ്. വ്യാപകമായ രേഖാമൂലമുള്ള എഴുത്തുകളില്ലാതിരുന്ന, അത് ഉണ്ടായി വരുന്നതിന് മുമ്പുള്ള കാലം. അടുത്തത് ജിയോഗ്രഫിയുടെ കാര്യത്തിലാണ്. അതായത് ആർക്കിയോളജി യൂട്ടിലൈസസ് ജിയോഗ്രഫിക്കൽ പ്രിൻസിപ്പിൾസ്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള തത്വങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു ടു അണ്ടർസ്റ്റാൻഡ് ദ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാസ്റ്റ് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്. പണ്ട് കാലത്തുണ്ടായിരുന്ന മനുഷ്യരുടെ അധിവാസ കേന്ദ്രങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ അവരുടെ റിസോഴ്സ് യൂസും ഉപവിഭവ വിനിയോഗം മനസ്സിലാക്കാനും
കൾച്ചറൽ ഇന്ററാക്ഷൻ മനസ്സിലാക്കാനും ഒക്കെ സ്പേഷ്യൽ അനാലിസിസ് കൊണ്ട് സഹായിക്കുന്നു എന്നർത്ഥം. അടുത്തത് എൻവയോൺമെന്റൽ കോണ്ടെക്സ്റ്റ് ആണ്, പരിസ്ഥിതിപരമായ കാര്യമാണ്. ജിയോമോർഫോളജി, എ ബ്രാഞ്ച് ഓഫ് ജിയോഗ്രഫി, ആൻഡ് പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ടു ദ ഹൗ നാച്ചുറൽ എൻവയോൺമെന്റ്സ് ഹാവ് ഷേപ്ഡ് ഹ്യൂമൻ ആക്ടിവിറ്റി. പ്രകൃതിപരമായ ഘടകങ്ങൾ മനുഷ്യന്റെ പ്രവർത്തനത്തെ എങ്ങനെ ഷേപ്പ് ചെയ്തു എന്ന് മനസ്സിലാക്കാനായിട്ട്, ആൻഡ് സെറ്റിൽമെന്റ് പാറ്റേൺസ്, മനുഷ്യന്റെ താമസ മാതൃകകളെയും എങ്ങനെ സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട്. അടുത്തത് നാച്ചുറൽ സയൻസസ്, അതായത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പ്രകൃതിപരമായ ശാസ്ത്രങ്ങൾ എന്നർത്ഥം, നാച്ചുറൽ സയൻസസ്. അതിൽ ജിയോളജിയാണ്. Geological studies help archaeologists understand the formation of landscapes. Geological studies നമ്മളെ സഹായിക്കുന്ന എന്തിനാണ്? ഭൂരൂപങ്ങൾ എങ്ങനെ രൂപം കൊണ്ടു എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ദി ഏജ് ഓഫ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ്, ആർക്കിയോളജിക്കൽ സൈറ്റുകളുടെ പ്രായം നിശ്ചയിക്കാൻ. ആൻഡ് ദ ഇമ്പാക്ട് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഓൺ പാസ്റ്റ് സിവിലൈസേഷൻസ്, പ്രകൃതി ദുരന്തങ്ങൾ പഴയകാല സംസ്കാരത്തിന് മേൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കാൻ. അടുത്തത് ബോട്ടണി ആൻഡ് സുവോളജി. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്, ബോട്ടണിയും ആർക്കിയോളജി തമ്മിലുള്ള ബന്ധമാണ്. ആർക്കിയോബോട്ടണി ആൻഡ് സുവോ ആർക്കിയോളജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഹെൽപ്പ് റീകൺസ്ട്രക്ട് പാസ്റ്റ് ഡയറ്റ്സ്, എക്കണോമിക്സ് ആൻഡ് എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻസ് ബൈ സ്റ്റേയിങ് പാർട്ട് ആൻഡ് അനിമൽ റിമെയിൻസ് എന്നാണ് പറഞ്ഞത്, ബൈ സ്റ്റഡിങ് പ്ലാന്റ് ആൻഡ് അനിമൽ റിമെയിൻസ്. അടുത്ത റേഡിയോ കാർബൺ ഡേറ്റിംഗ് ആണ്. റേഡിയോ കാർബൺ ഈസ് from plastic physics and chemistry. Like radio carbon dating, we use to determine the age of archaeological materials. Archaeological materialന്റെ പ്രായം നിശ്ചയിക്കാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിക്കുന്നത്. മറ്റ് ശാസ്ത്രങ്ങളുമായിട്ടും ആർക്കിയോളജിക്ക് ബന്ധമുണ്ട്. ആർക്കിയോളജിസ്റ്റ് ഓൾസോ ഡ്രോ ഓൺ other natural sciences such as chemistry, physics and other computer science for various analytical techniques. അടുത്ത ചോദ്യം, critically evaluate the behavioral and transformational process in determining the archaeological data found in the NST.